കൃത്യം 5 മണിക്കു തന്നെ ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങല കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധിച്ച് വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. കഥാകാരൻ എം മുകുന്ദൻ അവിടെ ചേരുന്നുണ്ട്, അണിചേരാനായി തയ്യാറെടുക്കുന്നു. ദീപക് ധർമ്മടമാണ് വിവരങ്ങളുമായി ചേരുന്നത്. ദീപക്, അഴിയൂർ മുതൽ വൈദ്യരങ്ങാടി വരെ ദീപക് എവിടെയാണ്? തുടക്കത്തിലാണോ നിൽക്കുന്നത്? സ്മിത, കോഴിക്കോട് നഗരത്തിൽ വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പോടു കൂടിയാണ് മനുഷ്യച്ചങ്ങലയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നത്. ഡിവൈഎഫ്ഐ ആണ് പരിപാടി നടത്തുന്നത്. പക്ഷേ മനുഷ്യച്ചങ്ങല ആയതുകൊണ്ട് തന്നെ വിവിധ സംഘടനകൾ, വിവിധ ജനവിഭാഗങ്ങൾ ഇതിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അല്പം മുൻപാണ് എളമരം കരീം MP ഇതിൻ്റെ കോഴിക്കോട്ടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇപ്പോൾ KP രാമനുണ്ണി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യവുമായാണ് ഈ ഒരു സമര മുഖത്തേക്ക് ഡിവൈഎഫ്ഐ എത്തുന്നത്. ഒരുപക്ഷെ നമുക്ക് ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഇത്തരം മനുഷ്യച്ചങ്ങലകളെല്ലാം തന്നെ കേരളത്തിന്റെ കൃത്യമായ പ്രതിരോധം അടയാളപ്പെടുത്തലായിരുന്നു. ഈ വേളയിൽ നമ്മളോടൊപ്പം സച്ചിൻ ദേവ് MLA ചേരുകയാണ്. സച്ചിൻ, ഈ മനുഷ്യച്ചങ്ങല ഒരുപക്ഷെ അങ്ങ് SFI DYFI കാലഘട്ടത്തിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇത് കൃത്യമായ പ്രതിരോധം അടയാളപ്പെടുത്തലാണ്. ഈ മനുഷ്യച്ചങ്ങലയുടെ പ്രസക്തിയെക്കുറിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയ സമീപനങ്ങൾക്കെതിരായാണ് കേരളത്തിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രക്ഷോഭം ഇന്ന് നടക്കുന്നു. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വലിയ പ്രക്ഷോഭത്തിൽ ലക്ഷക്കണക്കിന് യുവജനങ്ങൾ ഇന്ന് ഭാഗമാവുകയാണ്. തീർച്ചയായും വളരെ പ്രസക്തമായ മുദ്രാവാക്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, ഈ കേരളത്തിലെ ജനതയോടുള്ള വിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ നയത്തെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ഈ സമരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഉദ്ദേശം. സച്ചിൻ എന്നുള്ളത് വാസ്തവമാണ്. നമ്മൾ അനുഭവിച്ചു വരികയാണ് ഈ അവഗണന. ഇപ്പം എല്ലാ മേഖലകളിലും നമ്മളൊരു കുതിപ്പ് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അസൂയാവഹമായിട്ടുള്ള കുതിപ്പ് നമ്മൾ നടത്തിയിട്ടുണ്ട്, നമ്മുടെ സർക്കാർ നടത്തിയിട്ടുണ്ട്. പലപ്പോഴും എനിക്ക് തോന്നുന്നത് നമ്മുടെ കുതിപ്പ് തടസ്സപ്പെടുത്തുവാനുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ കേന്ദ്ര സർക്കാർ തടസ്സപ്പെടുത്തുന്ന പദ്ധതികൾ ഒന്നൊന്നായി പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും. ഉദാഹരണത്തിന് കണ്ണൂർ വിമാനത്താവളം. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലുള്ള ആയിരക്കണക്കിന് 10,000-കണക്കിന് മലയാളികളുടെ സ്വപ്നമായിരുന്നു കണ്ണൂരിൽ നിന്ന് നേരിട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുക എന്നുള്ളത്. പക്ഷേ വിമാനത്താവളം വന്നു കഴിഞ്ഞിട്ട് വർഷങ്ങളായി. പക്ഷെ ഇപ്പോഴും നമുക്ക് അതിനുള്ള, അതായത് അന്തർദേശീയ എയർലൈനുകൾക്ക് കണ്ണൂരിൽ നിന്ന് ഗൾഫിലേക്ക് ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അനുവാദം ഇനിയും ലഭിച്ചിട്ടില്ല. ഇത് ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഇതിങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ അവഗണന നേരിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അർഹിക്കുന്ന ധനസഹായം നമുക്ക് ലഭിക്കുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് കേരയിൽ ഇന്ന് നമ്മൾ കേരളത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും വാഹനക്കുരുക്കുകളാണ്. അപ്പോൾ ഇപ്പോഴത്തെ റെയിൽ പാതകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരിക്കലും വലിയ ട്രെയിനുകൾ വേഗതയിൽ. സാഹിത്യകാരൻ എം മുകുന്ദനാണ് സംസാരിക്കുന്നത്. കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടവും അഭിജിത്ത് മുഴക്കുന്നുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിലേക്ക് കൂടി പോവുകയാണ്. മനീഷ് മഹിബാൽ ചേരുന്നുണ്ട് അവിടെ നിന്ന്. പ്രധാന യാത്ര